നമസ്കാരം. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ പട്ടിലുംകുഴി പാലത്തിന് മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ശിലാഫലകത്തിൽ കോടതിപ്പാലം എന്നാണല്ലോ കാണുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വാർത്ത. എങ്ങനെയാണ് ജനങ്ങളെ കോൺഗ്രസ്സുകാർ പറ്റിക്കുന്നതെന്നും എങ്ങനെയാണ് ഒരു വികസനത്തിന്റെ ശോഭ കോൺഗ്രസ്സുകാർ കെടുത്തുന്നതെന്നുമൊക്കെ എന്തായാലും ഈ ഒറ്റ വാർത്തയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും എങ്ങനെയാണ് ഇതിനെ കോടതിപ്പാലമാക്കി ചില വിരുദ്ധന്മാർ മാറ്റിയതെന്നുമൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കുപ്രചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണ്? പാലം ഇപ്പൊ ചെറിയ ഈ പണി കഴിഞ്ഞപ്പോ അവകാശികളായി അതാണ് ഉണ്ടായത്. അവകാശികൾ എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്തിലാണ് ഇതിന്റെ അവകാശം പറഞ്ഞു വന്നേക്കണേ. കാരണം ഇത് LDF സർക്കാരിന്റെ സമയത്തും K രാജൻ MLA ആയിരിക്കുന്ന സമയത്തുമാണ് ഇത് വന്നേക്കണേ. ഇത് അവിടെ പുള്ളിക്കാർ ഒരു റിസോർട്ട് പണിതുണ്ട്. ആ റിസോർട്ടിന് പുഴയ്ക്ക് കുറുകെ അയാളുടെ പറമ്പിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അന്നത്തെ മെമ്പറായിരുന്ന KP എൽദോസ് അയാളുടെ പറമ്പിന് വെള്ളം കിട്ടാൻ വേണ്ടി പാകത്തിന് തടയാൻ നിർമ്മിച്ചു. അതിന് ഈ നാട്ടുകാർ മുഴുവൻ എതിരായി. കാരണം ഇതിലൊരു നടപ്പാത പോലും ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ കൊണ്ട് പണിയുന്നത്. നാട്ടുകാർ സമരം ചെയ്തു, പ്രതിഷേധമായിട്ട് അവിടെ ചെന്നു. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ടീം അവിടെ പാലത്തിന് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടാം, പാലത്തിന്റെ സമരത്തിന് ഞങ്ങളോട് കൂടാമെന്ന് പറഞ്ഞു. ഞങ്ങളോട് കൂടി ആള് കോടതിയിൽ പോയി കോടതി പാലം പണിയാൻ നിർദ്ദേശം കൊടുത്തു. വേണമെങ്കിൽ ഒരു 100 രൂപ ഫണ്ട് വകമാറ്റി വെച്ച് കഴിഞ്ഞാൽ തള്ളിക്കളയേണ്ട കേസ് അന്നത്തെ ഇവിടുത്തെ ജിനേഷ് ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഇത് അത്യാവശ്യമാണെന്ന് MLA ധരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 8,40,00,000 രൂപ പാസ്സാക്കി പാലം പണിതു. പാലം പണിയിൽ സമരത്തിലൊക്കെ പങ്കെടുത്തതിന്റെ ഫോട്ടോ ഞങ്ങളിലുണ്ട്. പാലം പണി കഴിഞ്ഞപ്പോ പിന്നെ പുള്ളിയുടെ പരിപാടി, പുള്ളിയുടെ മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ചതിയുടെ അറിയില്ല. മത്സരിക്കണപ്പോ ചതിയൊന്നും അല്ലെങ്കിലും ഇത് അവകാശവാദം പറയുമ്പോ ഒരു നാണം വേണ്ട. ഈ ഒരു കേസ് മാത്രമല്ല, 100 കേസുകളായി ഇപ്പൊ ആളെ ഇപ്പൊ രാജനോട് മാപ്പ് പറയേണ്ട കേസിലൊക്കെ അറിയാലോ. അതുപോലെയാണ് ഞങ്ങൾ ഫുൾ ഇപ്പൊ 6ാമത്തെ കള്ളാണ് ഞങ്ങളിപ്പോ പൊളിക്കണേ. പാലത്തിന്റെ കഥ സതീശനെ വെല്ലും കേട്ടോ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ നിന്ന് K രാജൻ വിജയിച്ച് സഭയിലെത്തുന്നു. 2017 ഈ കാണുന്ന പാലത്തിന് വേണ്ടി 8 കോടി രൂപ സർക്കാർ അനുവദിക്കുന്നത്. അതിനു മുമ്പ് ഈ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഒരു പറ്റം കോൺഗ്രസ്സുകാർ കളത്തിലുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ K രാജന്റെ ഇടപെടൽ മൂലം പാലം യാഥാർത്ഥ്യമായി. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പായിട്ട് വരണ്ടേ? അവർ ഉടനെ തന്നെ ഒരു ഫലകം വെച്ചു. ഫലകത്തിൽ കോടതി പാലം എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കോടതി പറഞ്ഞിട്ടാണത്രേ ഈ ഫണ്ട് അനുവദിച്ചത് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധി ഉണ്ടാകില്ലേ? ആ വിധി എവിടെയാണ്? വിധി ചോദിച്ചാൽ ശങ്കരാടിയുടെ ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് ആ രേഖ എന്ന ആക്ഷൻ, അതവർ കാണിക്കും. എന്തായാലും രസകരമാണ് ഈ പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവവികാസങ്ങൾ എന്ന് പറയാതെ വയ്യ. രാജനും LDF സർക്കാരിന് വേണമെങ്കിൽ ഇത് നിസ്സാരമായിട്ട് മാറ്റിവെക്കായിരുന്നു. ഒരു ചെറിയൊരു തുക മാറ്റി വെച്ചിട്ട് ഒഴിവാക്കായിരുന്നു. രാജന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രാജന് തോന്നി ഇത് അത്യാവശ്യമാണെന്ന്. LDF സർക്കാരിന് ബോധ്യം വന്നപ്പോൾ ഫണ്ട് അനുവദിച്ചാണ് ഇവിടെ പാലം പണിത്. പാലം എങ്ങനെയുണ്ട്? പാലം അടിപൊളി പാലല്ലേ, നാട്ടുകാരുടെ പാലം. LDF സർക്കാരിന്റെ പാലം അടിപൊളി പാലം. ഇത് ഈ കോടതി പാലം എന്നൊക്കെയാണല്ലോ പലരും പറയുന്നത്. കോടതി പാലം എന്നൊക്കെ ഇവിടുത്തെ ഷാജി കോടങ്കണ്ടത്തിനു വേണ്ടി UDF സർക്കാരും അവരുടെ സിംബന്ധികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരാത്. കോടതിപ്പാലം എന്നൊരു പാലം ഇല്ല ഇവിടെ. രാജേട്ടൻ അത് മന്ത്രിസഭയിൽ ഉന്നയിച്ചിട്ടാണ് പടപടാന്നുള്ള പരിപാടികൾ പിന്നീട് നടന്നത്. അപ്പോ ഈ പാലം കിടക്കുമ്പോളം നാരായണ എന്ന് പറഞ്ഞു പോയ ആൾക്കാര് എല്ലാവരും ഒത്തൊരുമിച്ചുണ്ട്. പാലം കിടക്കുമ്പോളം നാരായണ എന്ന് പറഞ്ഞു പോയ ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാണ്, പാലം കിടന്ന് വേറെ വിധത്തിലുള്ള സംസാരങ്ങളായി. എന്റെ ആണ്, ഞാനാണ് ഇത് പണിത്, ഞാനില്ലായിരുന്നു ഈ പാലം വരില്ല എന്നൊക്കെയുള്ള എന്താ പറയാ ഫുള്ള് പബ്ലിസിറ്റി. ഞാനാണ് ഈ പാലത്തിന്റെ ആള്, ഞാനില്ലായിരുന്നു ഈ പാലം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ആളെ അനുകരിക്കാനായിട്ട് ആളുടെ കുറെ ശിങ്കിടികൾ വേറെ. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് ഇത് പ്രത്യക്ഷത്തിൽ വരുന്നത്. അദ്ദേഹമാണ് ഈ റോഡ് കംപ്ലീറ്റ് ഉണ്ടാക്കിയെന്നുള്ളൊരു സോഷ്യൽ മീഡിയ അങ്ങനെ അടിച്ചു വിട്ടേക്കാണ് സോഷ്യൽ മീഡിയ. ഇതൊക്കെ എന്തെന്നാ പറയപ്പോ, നാട്ടുകാർക്ക് സത്യം അറിയണ്ടേ? നാട്ടുകാർക്ക് സത്യം അറിയണം. ഇത് കേൾക്കുന്ന ആൾക്കാരും ഞെട്ടിപ്പോവുക. കാരണം രാപ്പോലും ഇതിന് പിന്നാലെ നടന്ന ആൾക്കാരുണ്ട്. അതായത് രാഷ്ട്രീയക്കാരല്ല, ഇവിടത്തെ ജനങ്ങള് ഇതിന് പിന്നാലെ നടന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഇത് കേൾക്കുമ്പോ അന്തം വിട്ടു പോവുക. എനിക്ക് തോന്നുന്നു അവിടെ പക്ഷെ ആ ഒരു ഫലകം പോലും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ സമ്മതിച്ചില്ല, ജനം സമ്മതിച്ചില്ല. അങ്ങനെ ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് ജനം സമ്മതിച്ചില്ല, ഒറ്റക്കെട്ടായി നിന്നു. അതുകൊണ്ടാണ് വേറൊരാളുടെ പറമ്പിൽ ആ സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ശരിയായ ഫലകം. പട്ടിലുംകുഴി പാലത്തിൽ 2 തരം രാഷ്ട്രീയമാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് നേരിന്റെ രാഷ്ട്രീയം, ശരിയുടെ രാഷ്ട്രീയം. മറ്റൊന്ന് 8 കാലി മമ്മുഞ്ഞുമാരുടെ രാഷ്ട്രീയമാണ്. അത് ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.